ആ കോമഡി സ്റ്റാർസ് എന്നുള്ള ആ കാലഘട്ടത്തില് അസീസ് പെർഫോമറാണ്, ആർട്ടിസ്റ്റാണ്, ഞാൻ ജഡ്ജാണ്. അപ്പൊ ജഡ്ജ് എന്ന നിലയിൽ ഞാൻ ജഡ്ജും ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഫ്രണ്ട്സും കൂടെ ആയിരുന്നു. ഈ ടീം മെമ്പേഴ്സ് ഒക്കെ തന്നെ ഈ ഷോയുടെ പ്രൊഡ്യൂസർ അറിയാതെ സാർ ഇത് ഒരു ക്ലൈമാക്സ് കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കാൻ നേരത്ത് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും, ഉത്തരം നേരത്തെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു ഈ 2 പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ എന്നിട്ട് ഞാൻ അവരോട് പറയും ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കരുത്, നിങ്ങൾ ഇതിന്റെ പോസിബിലിറ്റി നോക്ക്, ഞാൻ 2 എണ്ണം പറഞ്ഞുതരാം. ഇത് തലേ ദിവസം ഫോണിൽ ചിലർ വിളിച്ചു ചോദിക്കും. ഇവരുടെ ഗുണമെന്ന് പറഞ്ഞിരുന്നാൽ ഇവർ പെട്ടെന്ന് ആ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഞാൻ വളരെ നേരത്തെ ലൊക്കേഷനിലെത്തും, സെറ്റിലെത്തും. ഇവരെത്തുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ അതിനേക്കാളും മുമ്പേ ഞാൻ എത്തും. ബാക്കിയുള്ള ചിലപ്പോൾ ഷൂട്ട് തുടങ്ങുന്നത് 10-11 മണിയാണെങ്കിൽ ഞാൻ അവിടെ 8 മണിക്ക് എത്തും. ഇവരവിടെ മേക്കപ്പ് ചെയ്യാണ്ട്, കാരണം ഒരുപാട് പേർക്ക് മേക്കപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ ടീമാണെങ്കിൽ വളരെ നേരത്തെ ഇവരെത്തും. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു പാട്ടൊക്കെ അപ്പോൾ റിഹേഴ്സ് ചെയ്യാൻ വേണ്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ നേരത്തെ, അപ്പോൾ കുറേ സമയം ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരിൻ്റെ പൊസിഷനൊക്കെ നോക്കിയേ അത് ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്തെ ഞാനവിടെ ഈ ജഡ്ജിന്റെ സീറ്റിൽ ഞാൻ മാത്രം, ബാക്കിയുള്ള 2 പേര് വന്നിരിക്കും. സത്യം.